പുരമാമോർമ്മകൾ തന്ന് കാലമേ തിരികെ മടങ്ങി നീ പണ്ട്. ചേട്ടാ, ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പണ്ട് കാലത്ത് കോടതി കേസ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പെടുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അന്ന് പെരിന്തൽമണ്ണയൊക്കെയാണ് അല്ലേ, മഞ്ചേരിയോ ഒക്കെയാണ് കോടതി ഉള്ളത്. അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ ഉള്ള യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളും മണ്ണാർക്കാട് പോകണം. ബസ് വളരെ നേരത്തെ പോകണം, നടന്നു പോകണം. മണ്ണാർക്കാട് വരെ നടന്നു പോകണമെന്നൊന്നുമില്ല. ഇവിടുന്ന് പിന്നെ മണ്ണാർക്കാട് പാലക്കാട് പിന്നെ ബസ്സുകളുണ്ടായിരുന്നു ധാരാളം. പിന്നെ പെരിന്തൽമണ്ണ പിന്നെ പാലക്കാട് പെരിന്തൽമണ്ണ പിന്നെ പാലക്കാട് ബസ്സുകളും ഉണ്ടായിരുന്നു. ആവുമ്പോഴേക്കും അത്രയൊക്കെ ആയിരുന്നു. മറ്റേ കേസും കുഴപ്പമൊന്നുമില്ല, തമ്മിൽ പറഞ്ഞാൽ അങ്ങ് തീർക്കുക. അത് അങ്ങനെ ചെയ്യട്ടോ എന്ന് പറയും. ഇതിന് അയിമ്പിൽ കുഴപ്പമുണ്ടാക്കാനൊക്കെ ഉണ്ട്. ആ ശരി, അപ്പോൾ അതോടുകൂടിയിട്ട് ആ കേസ് തീർന്നു. ഇങ്ങനെ എന്നെ ഇതിൽ പിന്നെ മധ്യസ്ഥം എന്ന് നിശ്ചയിച്ചിട്ട് ആരെങ്കിലും ഉള്ള ആൾക്കാർ അവരാണ് നിശ്ചയിക്കും. അതൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അതാണല്ലോ നമ്മുടെ പത്തായപ്പരയിലൊരു കോടതി പോലെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു വിചാരണ. പഞ്ചായപ്പരയിലായപ്പോൾ കുറച്ചും കൂടി അത് ഇതാക്കി. ഇത്ര മതിലുള്ളൂ പഞ്ചായത്ത് കോടതി എന്ന പേരിൽ. ഈ പഞ്ചായത്ത് കോടതി വരുന്നതിന് മുന്നേ തന്നെ പിന്നെ തീർക്കും. അതിനെ ആരും അന്യായമായിട്ട് തീരുമാനം എടുക്കില്ല. അതാണ് അതിൻ്റെ അഭിപ്രായമുള്ളത്. അപ്പോൾ ഒരു പിന്നെ ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തി അതിന് എയർപോർട്ടിൽ വന്നിരുന്നാലും ഒരിക്കലും പിന്നെ അന്യായമായിട്ടൊരു ചെയ്യില്ല. ഇടപെട്ട മാതിരി തന്നെ ഇന്ന ആളെ കൊണ്ട് ചെയ്യിച്ചാൽ മതി, അവർ എന്നുള്ള ആ ഒരു രീതി ഉണ്ടായിരുന്നത് എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ഈ പെരിന്തൽമണ്ണ കുറച്ച് ഇപ്പുറത്ത് അവിടെ ഒരു പണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ ഒരു കോടതിയിലെ ഇതുപോലെ ഒരു വിചാരണയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് കുഞ്ഞിരാമമേനോൻ മെനക്കെട്ടായിരുന്നു. ഇവിടെ നമ്മുടെ ബാലമാഷ ദിവസം കെട്ടുകൊണ്ട് പോകാനും നടക്കാനും ആ കാര്യങ്ങളെ അനുകരിക്കാനും കോടതി കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പുള്ളിയായിരുന്നു ഇവിടെ പിന്നെ അങ്ങനത്തെ ഏർപ്പെട്ടിരുന്നത്. പിന്നെ അന്ന് നമുക്ക് റോഡുകളും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ ചവിട്ടുവഴിയും നടവഴികളും അതുപോലെ പാടവരമ്പുകളൊക്കെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത് യാത്രയ്ക്ക്. റോഡ് തീരെ ശോചനീയമായിരുന്നു. താഴത്തു കൂടെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടാൽ നമ്മളിപ്പോൾ പിന്നെ വാച്ചർ പേര് ഭാഗത്തുകൂടെ ആ വഴിയുണ്ടല്ലോ, അത് ചവിട്ടിയിട്ട് പോകാമെന്നുള്ള ചെറിയൊരു വഴി മാത്രമാണ്. മുകളിൽ കൂടെ എന്നെങ്കിലും ആണ്ടിൽ പിന്നെ സംക്രാന്തിക്കോ ഓണത്തിനോ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു കാറോ മറ്റേ അതിന് പറ്റിയ കാറായിരിക്കല്ലോ അന്നുണ്ടാവും. ആദ്യം കൊണ്ടുവരാൻ സാധ്യങ്ങൾ മുകളിൽ കൂടെ മുളച്ചെടുത്ത് അങ്ങനെ അത് പിന്നെ കുറേ കാലം അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ റോഡാക്കണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ താഴത്തൊരു റോഡ് മുകളിലൊരു റോഡ്, അത് കുറച്ച് അസൗകര്യം ഉണ്ടാകും എന്ന് പറയുമ്പോൾ സ്ഥലം പല നഷ്ടപ്പെടല്ലേ. അപ്പോഴേക്കൊക്കെ ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ചെറിയൊരു ബോധം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ താഴത്ത് പിന്നെ ഉള്ള റോഡ് മാത്രം വെച്ചിട്ട് മുകളിലത്തെ ആ ഭാഗം ഒഴിവാക്കി. അത് ഇത് മുകളിലത്തെയും താഴത്തെയും ഇത് രണ്ടും അല്ലാണ്ട് പിന്നെ നടുക്ക് കൂടിയും പോകാൻ തുടങ്ങി. കാരണം ഇവരിപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴല്ലേ പോകുള്ളൂ. ഒരിക്കൽ പോയി അവിടെയൊക്കെ പിന്നെ അത് പിന്നെ റോഡായി. അങ്ങനെയാണ് പരിഗണിച്ചു വന്നു അതിനെ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയായിരുന്നു. കാരണം അന്നൊക്കെ കാളവണ്ടിയാണല്ലോ പ്രധാനമായിട്ട്. കാളവണ്ടി നമുക്ക് അവിടെ ഒരു പിന്നെ ഉണ്ണിമൂത്താൻ അല്ലേ അതിൽ വരും. പിന്നെ തെക്കും പുറത്തുള്ള കാളവണ്ടികൾ 2-3 ഉണ്ടായിരുന്നു. തെക്കും പുറത്തുള്ള കാളവണ്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ അപ്പുറത്ത് എന്താ അപ്പുചാമിയുടെ വണ്ടി അധികം ഈ ശവം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങനെയൊക്കെ കുറച്ച് കളവണ്ടികളൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും. അല്ല, സാധനങ്ങൾ കൊണ്ടുപോകാനൊന്നും ആ വണ്ടിയൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അപ്പുചാമിയുടെ വണ്ടി അപ്പുചാമിയുടെ മറ്റുള്ള മറ്റേ തമ്പിയണ്ണന്റെ കളവണ്ടിയിലൊക്കെ കൊണ്ടുവരല്ലോ പാലക്കാട്ടേക്ക് പുതൂർശ്ശി ആ ഭാഗത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതൊക്കെ അങ്ങനെയാണ്. അതുപോലെ അവിടുത്തെ സാധനങ്ങൾ പലചരക്ക് വ്യഞ്ജനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന
പിന്നീടാണ് നമ്മൾ ലോറിയിലേക്കും മറ്റേ ടെമ്പോയിലേക്കും മാറിയത്. ഇപ്പൊ ഇന്ന് കാണുന്ന നമ്മളെ ഇപ്പൊ തച്ചമ്പാറ ഇപ്പം എവിടെ നോക്കിയാലും നമുക്ക് റോഡുകളാണ്. അതെ, ധാരാളം റോഡുകളുണ്ട്. 10 വീടുണ്ടെങ്കിൽ അതിൻ്റെ അവിടേക്ക് റോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഇത് മുഴുവൻ നടന്ന് പോകുന്ന ചവിട്ടുവഴികളും ഇടവഴികളും ഇട്ടുള്ള വഴികളും പിന്നെ അതൊക്കെ ആയിരുന്നു. പേടിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടേക്കൊക്കെ തന്നെ ഇടത്തോലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ പേടിച്ചിട്ട് വേണം. പേടിച്ചിട്ട് വേണം. ഞാൻ രാത്രി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ബസ് ഇറങ്ങും 7:30 മണി 8 മണി. ബാങ്കിൽ നിന്നല്ല, കോളേജിൽ നിന്ന് വന്നിരിക്കാനെ. അതിൽ പിന്നെ എൻ്റെ സബ്ജക്റ്റ് കോമേഴ്സ് ആയിരുന്നു. കോമേഴ്സിൻ്റെ ഓരോ പുസ്തകങ്ങളെന്ന് കണ്ടാൽ പേടിയാവും നമുക്ക്. അത്രയും പിന്നെ വലിപ്പമുള്ള പിന്നെ കനമുള്ള പിന്നെ ഇതായിരുന്നു. ഇതൊക്കെ താങ്ങി പിടിച്ചിട്ട് അവിടെ വന്നാണ് ചിലപ്പോൾ ബസ് തെറ്റും. അപ്പോൾ നമ്മുടെ കുട്ടപ്പനൊന്നും കടയുണ്ട്. ഒരു ഓടക്കുറ്റി മേടിക്കും അവിടുന്ന്. എന്നിട്ട് ആ ഓടക്കുറ്റി ഈ സമയത്ത് ഇങ്ങോട്ട് പിന്നെ നടന്നു പോരുക. ആ ഒരു കാലഘട്ടം ആലോചിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് വീട് LP UP അല്ലെങ്കിൽ LKG UKG കുട്ടികൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ അടക്കാണ് പോകുന്നത് ഓരോ വീട്ടിൽ നിന്ന്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ സുഖം പറയും പോലെ ആർക്ക് പോകണമെങ്കിൽ ഈ ഓടക്കുറ്റി പന്തോ ചൂട്ടൊക്കെ വേണം. അതിൻ്റെ മാർഗമുള്ളൂ, വേറെ അതൊരു മാർഗ്ഗമില്ല. എല്ലാവരും സദ്യ ആകുമ്പോഴേക്കും വീട്ടിൽ കയറി. പിന്നെ അധികമൊന്നും ആരെയും കാണാൻ പറ്റില്ല. അതാണ് അന്നത്തെ വ്യവസ്ഥ. കാരണം മണ്ണെണ്ണോളക്കും ഇതൊക്കെ ഉള്ളൂ. അത് വീടുകളുണ്ട്. കാരണം മറ്റുള്ളതൊന്നുമില്ല. പിന്നീടാണ് എന്താ പറയുന്ന ഓടക്കുറ്റി മേടിക്കുമ്പോൾ ഒരു 4 പുള്ളി ഒരു പിന്നെ തരും. അത് മേടിച്ച് പോകേണ്ടി ഇടും. ഇല്ല അങ്ങനെ അത് കുറച്ച് ദിവസമായ പ്രാക്ടീസ് ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. എത്ര കാറ്റടിച്ചാലും നിൽക്കണില്ല. ഒരു എക്സ്പീരിയൻസ് വരാണ്ട്. നമ്മൾ കൂടുതൽ താത്തി പിടിച്ചാലും അത് എണ്ണ വന്നിട്ട് പോകും. പിന്നെ അപ്പോഴായിരിക്കും ചെറിയൊരു രീതിയിൽ ഒഴുകണം. ഒരു ഫ്ലോ ഉണ്ടായില്ല. അതായത് ഒരു എക്സ്പീരിയൻസ് വരണം. അതൊക്കെ ഒന്നൊരു രസമുള്ള ഒരു കുഞ്ഞേടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്ത് പൊട്ട്. ഈറൻമുടിയിലെണ്ണ മണം ചില നേരമാ തുമ്പത്തൊരു പൂവും. കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. ഉണ്ണിക്കെന്തിനു വേദിന്നും കുഞ്ഞേട്